വിശദമായ ക്രൈംബ്രാഞ്ച് വാർത്തകളിലേക്ക്. ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ വീണ്ടും അഭിഭാഷകരുടെ ആക്രമണം. കോടതിയിൽ ഹാജരാക്കിയ കനയ്യകുമാറിനെ പോലീസ് സാന്നിധ്യത്തിൽ ബിജെപി അഭിഭാഷകർ തല്ലിച്ചതച്ചു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ അഭിഭാഷക സംഘത്തിന് നേരെയും കോടതിക്കുള്ളിൽ നിന്ന് കല്ലേറ്. പോലീസ് സുരക്ഷിതമില്ലായിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നുവെന്ന് സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. അതേസമയം കനയ്യകുമാറിനെ മാർച്ച് 2 വരെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 9 അനുസ്മരണ യോഗത്തെ താൻ അപലപിച്ചിരുന്നുവെന്ന് കനയ്യ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പട്യാല കോടതി വളപ്പിനുള്ളിൽ അഭിഭാഷക ഗുണ്ടകൾ 2ാം ദിവസവും അഴിഞ്ഞാടി. കോടതിയിൽ ഹാജരാക്കിയ കനയ്യകുമാറിന് നേരെ ആക്രമണമുണ്ടായി. കനയ്യയുടെ കാലിന് പരിക്കേറ്റു. പിന്നീട് കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചെത്തിയ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. കോടതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഭാഷകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച് ക്യാമറ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. കോടതിക്കുള്ളിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായി. കനയ്യ ഹാജരാകുമ്പോൾ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി നൽകിയിരുന്നു. ഇത് പാടെ ലംഘിച്ചുകൊണ്ടായിരുന്നു RSS അഭിഭാഷകരുടെ അക്രമം നടക്കുന്നതറിഞ്ഞ് സുപ്രീം കോടതി അടിയന്തരമായി 5 അംഗ മുതിർന്ന അഭിഭാഷക സംഘത്തെ പട്യാല കോടതിയിലേക്ക് അയച്ചു. കോടതിയിലെ ബഹളം സുപ്രീം കോടതി നിയോഗിച്ച സംഘം മൊബൈൽ ക്യാമറയിൽ പകർത്തി. അക്രമം നിയന്ത്രണാതീതമായതോടെ ഒരു വേള കോടതി നിർത്തിവച്ചാലോ എന്ന് സുപ്രീം കോടതി നിയോഗിച്ച സംഘം ചർച്ച ചെയ്തു. ഇവർക്ക് നേരെ അസഭ്യവർഷവും കൂക്കുവിളികളും കല്ലേറുമുണ്ടായി. പോലീസ് സുരക്ഷയില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ കൊല്ലപ്പെട്ടേനെ എന്ന് ഇവർ സുപ്രീം കോടതിയെ അറിയിച്ചു. കനയ്യയുടെ ജീവൻ അപകടത്തിലാണെന്ന് സംഘം സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകി. പാക് ചാരനെന്ന് തന്നെ അധിക്ഷേപിച്ചതായി സമിതിയിലുണ്ടായിരുന്ന മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാൻ സുപ്രീം കോടതിയെ വ്യക്തിപരമായി ധരിപ്പിച്ചു. അതേസമയം മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 2ാം തീയതി വരെ 14 ദിവസത്തേക്ക് കനയ്യയെ റിമാൻഡ് ചെയ്തു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കനയ്യ പ്രേരിപ്പിക്കുന്നുവെന്ന FIR പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യനാണ് താൻ, ഭരണഘടനയിലും ജുഡീഷ്യറിയിലും വിശ്വസിക്കുന്ന തന്നെ രാജ്യദ്രോഹിയാക്കരുതെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കനയ്യയും കോടതിക്ക് നൽകി. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിനു പോലും വില കൽപ്പിക്കാതെയാണ് പട്യാല കോടതിയിൽ അഭിഭാഷകർ അഴിഞ്ഞാടിയത്. 2ാം ദിവസം തുടർച്ചയായും ഒരേ തരത്തിൽ അക്രമമുണ്ടായിട്ടും ഡൽഹി പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നു. ദില്ലി പട്യാല കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. JNUവിൽ രാജ്യദ്രോഹ പ്രവർത്തികൾ നടന്നിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിന്റെ അമിതാവേശമായിരുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കനയ്യകുമാറിനെ എതിരായ ചുമത്തിയ കുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ദില്ലി പോലീസ്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ആവശ്യപ്പെട്ടതും അസുര ആരാധനയും നടത്തിയതാണ് വിദ്യാർത്ഥികൾക്ക് എതിരായ രാജ്യദ്രോഹ കുറ്റമായി പോലീസ് ചുമത്തിയിരിക്കുന്നത്. ദില്ലി പോലീസിന്റെ കണ്ടെത്തലുകൾ കെട്ടുകഥയായിരുന്നുവെന്ന കണ്ടെത്തലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനുള്ളത്. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യകുമാർ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി. കനയ്യയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിന്റെ അമിതാവേശമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കനയ്യക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ ദില്ലി പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോലീസ് കമ്മീഷണർ BS ബസി കൂടിക്കാഴ്ച നടത്തി. കനയ്യയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകാനാകില്ലെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബസി പറഞ്ഞു. No, I don't think, you see, he has been beaten up. My information is that there was a lot of jostling when he was brought to the court, and considering the situation there, we were expecting this sort of jostling. That is why he was not brought by only 1 or 2 persons, which we normally do when we escort any under trial. അതേസമയം JNU സംഭവത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് കാണിക്കാൻ വിചിത്രമായ റിപ്പോർട്ടാണ് പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ഉൾപ്പെടുത്താൻ കനയ്യ അടക്കമുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. നവരാത്രി ദിനത്തിൽ അസുര ആരാധന ഹോസ്റ്റലിൽ സംഘടിപ്പിച്ചു. ദില്ലി പോലീസ് തന്നെ നിയോഗിച്ച പോലീസുകാരൻ സർവകലാശാലയിൽ നിന്ന് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാശ്മീർ വിഘടനവാദി നേതാവ് ഗിലാനിയെ JNUവിൽ അതിഥിയാക്കിയെന്നും ബീഫ് ആവശ്യം ഗിലാനി വഴി ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. JNU കേസ് പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയിൽ നാടകീയ രംഗങ്ങൾ. അഭിഭാഷകൻ കോടതിക്കുള്ളിൽ BJP അനുകൂല മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകനെ പോലീസ് പുറത്താക്കി. അഭിഭാഷകനെ സുപ്രീം കോടതി ശാസിച്ചു. അപൂർവ സംഭവമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതിയുടെ സമീപകാല ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പട്യാല ഹൗസ് കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി 5ാം നമ്പർ കോർട്ടിൽ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ അധ്യക്ഷതയിൽ പരിഗണിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുറിക്ക് സമീപമാണ് 5ാം നമ്പർ കോടതി. പട്യാല കോടതിയിൽ നടന്ന ആക്രമണത്തെ അനുകൂലിച്ച് അഭിഭാഷകൻ വാദിക്കുന്നതിനിടെ അദ്ദേഹത്തോടൊപ്പം എത്തിയ അഭിഭാഷകൻ രാജീവ് യാദവ് കോടതിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു.
വന്ദേമാതരം എന്ന ഉച്ചത്തിൽ അഭിഭാഷകൻ വിളിച്ചതോടെ അല്പസമയത്തേക്ക് കോടതി നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകൻ അപ്പോൾ തന്നെ കോടതി നമ്പർ 5 നിന്നും ഇറങ്ങിയോടി. കനത്ത സുരക്ഷയാണ് സുപ്രീം കോടതിക്കുള്ളത്. അഭിഭാഷകരടക്കം എല്ലാവരെയും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങിയോടിയ അഭിഭാഷകനെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ബെഞ്ച് കനത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന് മനസ്സിലായതോടെ മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകൻ തിരിച്ചെത്തി ഖേദപ്രകടനം നടത്തി. താക്കീത് നൽകിയ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള നടപടികൾ വച്ചുപൊറുപ്പിക്കാനാകില്ലെന്നും അറിയിച്ചു. അഭിഭാഷകനെ കോടതി മുറിയിൽ നിന്നും അപ്പോൾ തന്നെ പുറത്താക്കുകയും ചെയ്തു. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ മാധ്യമപ്രവർത്തകർക്കായി നേരത്തെ വാദം നടത്തുമ്പോഴും ഇതേ അഭിഭാഷകൻ പുറകിൽ നിന്ന് ചെറിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. അതേസമയം കനയ്യകുമാറിനെ ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ സുരക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വാദിയുടെയും പ്രതിയുടെയും 2 അഭിഭാഷകർ വീതവും റിപ്പോർട്ട് ചെയ്യാൻ 5 മാധ്യമപ്രവർത്തകർ വീതവും 20 പേർ മാത്രം കോടതി മുറിക്കുള്ളിൽ നിന്നാൽ മതിയെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. JNU വിഷയത്തിൽ പ്രതികരിച്ചതിന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MPക്ക് ഭീഷണി. ഗുജറാത്തിൽ നിന്നെന്ന് പറഞ്ഞ് അർദ്ധരാത്രിയോടെയാണ് ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് SPക്ക് MP രാജേഷ് പരാതി നൽകിയിരിക്കുകയാണ്. അർദ്ധരാത്രിയോടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചാണ് MP രാജേഷ് MPയെ ഭീഷണിപ്പെടുത്തിയത്. ഗുജറാത്തിൽ നിന്ന് ബിജു എന്ന് പറഞ്ഞായിരുന്നു ഫോൺ വിളി. കഴിഞ്ഞ ദിവസം JNU പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ കാപട്യം തുറന്നു കാണിച്ച് MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. JNU രാജ്യദ്രോഹികളുടെ കേന്ദ്രമെന്ന സംഘപരിവാർ നിലപാടിനെതിരെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ JNUവിലെ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, നിങ്ങൾ പാകിസ്ഥാനെ അനുകൂലിക്കുകയാണ്, ദേശവിരുദ്ധരെ അനുകൂലിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനെന്ത് പോസ്റ്റ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. അതോടുകൂടി അസഭ്യവർഷം തുടങ്ങി. എന്നെയും അച്ഛനെയും അമ്മയൊക്കെ അസഭ്യം വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ മര്യാദ ഞാൻ പഠിപ്പിക്കും, പരാതി കൊടുക്കും, എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ചെങ്ങന്നൂർ സ്വദേശി രഞ്ജിത്ത് രവീന്ദ്രനാണ് ഫോൺ ചെയ്തതെന്ന് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നാണ് വിളി വന്നതെന്നും വ്യക്തമായി. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന പ്രശ്നമില്ലെന്ന് രാജേഷ് വ്യക്തമാക്കി. പരാതി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് SP ദേബേഷ് കുമാർ ബെഹ്റ അറിയിച്ചതായും രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേർത്തല പള്ളിപ്പുറത്ത് RSS സംഘം CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തി. ഷിബു എന്ന 38 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച മർദ്ദനത്തിൽ പരിക്കേറ്റ ഷിബു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഷിബുവിനെ വീട്ടിലെത്തി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷിബുവിന് ഗുരുതരമായി പരിക്കുപറ്റി. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവെയാണ് ഇന്ന് രാവിലെ ഷിബു മരണപ്പെട്ടത്. പ്രദേശത്തെ മയക്കുമരുന്ന് സംഘത്തിനെതിരെ ഷിബു നേരത്തെ പരാതി നൽകിയിരുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട RSSകാരാണ് ഷിബുവിനെ കൊലപ്പെടുത്തിയതെന്ന് CPIM നേതാക്കൾ ആരോപിച്ചു. അപ്പോൾ RSS സംഘം ക്രിമിനലുകൾ ജില്ലയിൽ കുറേ നാളുകളായി നടത്തുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ആക്രമണ പരമ്പരയുടെ അവസാനത്തെ ഇരയാണ് ഷിബു. ഇപ്പോൾ ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ RSSന്റെ നേതൃത്വത്തിലാണ് ഏതാണ്ട് 16ഓളം പാർട്ടി നേതാക്കന്മാരെ അടക്കം ഭീകരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ RSS ക്രിമിനലുകൾ അടിഞ്ഞാടുകയാണ്. പോലീസാണെങ്കിൽ നിഷ്ക്രിയമാണ്. എന്നാൽ ഇവിടെ ചേർത്തലയിൽ നടന്നിരിക്കുന്ന ഒരു CPM പ്രവർത്തകൻ ഒരു കാരണവുമില്ലാതെ RSSകാർ പാർട്ടി മെമ്പറെ കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. RSSന്റെ ആക്രമണ പരമ്പരയിൽ അവസാനത്തേതാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഷിബു പോലീസിന് പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഷിബുവിനെ കൊലപ്പെടുത്തുമെന്ന് മാഫിയ സംഘം നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. മൃതദേഹം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. CPIM നേതാക്കളായ ആനത്തലവട്ടം ആനന്ദൻ, ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, K പ്രസാദ്, TK ദേവകുമാർ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും ആശുപത്രിയിലെത്തി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. P. ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചു. മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ P. ജയരാജന്റെ ആരോഗ്യം സംബന്ധിച്ച റിപ്പോർട്ട് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചു. ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് P. ജയരാജന്റെ ആരോഗ്യ സംബന്ധമായ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി.ജെ. രാജനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കാതെ വ്യക്തിപരമായ റിപ്പോർട്ട് ആരോഗ്യ സംബന്ധമായി നൽകാനാവില്ലെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം റിപ്പോർട്ട് സൂപ്രണ്ടിന് കൈമാറും. ഈ സാഹചര്യത്തിൽ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ വിട്ടുകിട്ടണമെന്ന ഹർജി തള്ളാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് CBI ഹർജി പിൻവലിച്ചിരിക്കുന്നത്. പി.ജെ. രാജന്റെ ആരോഗ്യനില CBIക്കും ബോധ്യപ്പെട്ടു എന്നത് ഹർജി പിൻവലിച്ച നടപടിയിൽ വ്യക്തമാകുന്നതായി അഡ്വക്കേറ്റ് കെ. വിശ്വൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇപ്പോൾ CBI അവരുടെ കസ്റ്റഡി അപ്ലിക്കേഷൻ ഇപ്പോൾ പിൻവലിച്ചിട്ടാണുള്ളത്. അതിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് ഞങ്ങൾ ഉയർത്തിയ വാദം ശരിയാണ് എന്നുള്ള നിലക്കാണ് ഈ വിഡ്രോവൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം പി.ജെ. രാജനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജി നൽകുമെന്ന് CBI അഭിഭാഷകനും അറിയിച്ചു. ഇത് മെഡിക്കൽ അതിനകത്ത് നമ്മൾ റീസൺ കൊടുത്തിട്ടുണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ. ഇതാണ് റീസൺ. അത് ടെക്നിക്കലി കാരണം പോലീസ് കസ്റ്റഡി നമുക്ക് എത്ര പെറ്റീഷൻ വേണമെങ്കിലും കൊടുക്കാം. അനിവാര്യമല്ല എന്നുള്ളൊരു തോന്നൽ ഇത് ഉണ്ടാക്കില്ല. ഇല്ല, അങ്ങനെ റിപ്പോർട്ട് വരട്ടെ, മെഡിക്കൽ റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കഞ്ചാവ് വിൽപ്പനക്കാർക്കെതിരെ കൊച്ചി പോലീസ് നടപടി ശക്തമാക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി തുടങ്ങിയിരിക്കുന്നത്. കാക്കനാട്, വൈറ്റില, കളമശ്ശേരി എന്നീ നിർമ്മാണ മേഖലകളിൽ വൻതോതിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചതോടെയാണ് പോലീസ് നടപടി ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കാക്കനാട് കേന്ദ്രീകരിച്ചു നടന്ന പരിശോധനയിൽ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പിടിയിലായിരുന്നു. കൊച്ചി സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ബുലു നായിക്, ഭയ നായിക് എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് തൃക്കാക്കരയിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ എത്തിക്കുന്ന കഞ്ചാവ് ഇവരിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്നവരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വസിക്കുന്ന വീടുകളിലും ലോഡ്ജുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള പെരുമ്പാവൂർ മേഖലയിലും പരിശോധന തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ പോലീസ് നടപടി ശക്തമാക്കുമ്പോൾ വയനാട്ടിൽ സംസ്ഥാന അതിർത്തി പ്രദേശങ്ങൾ വഴിയുള്ള കഞ്ചാവ് കടത്ത് വ്യാപകമാവുന്നു. 3 മാസത്തിനിടയിൽ കഞ്ചാവ് വേട്ടയ്ക്കിടെ 12 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 20 കിലോ കഞ്ചാവും പിടികൂടി. കർണാടകയിൽ നിന്നാണ് വയനാട്ടിലേക്ക് കഞ്ചാവ് കൂടുതലും എത്തുന്നത്. കബനി തീരത്തുള്ള ബാവലി, ബൈരകുപ്പ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കഞ്ചാവ് വ്യാപാരം മുൻപേയുള്ളതാണ്. ഇത് ഇപ്പോഴും തുടരുന്നു. കിലോയ്ക്ക് 3000 മുതൽ 5000 രൂപ വരെ നൽകിയാണ് ഏജന്റുമാർ ഇവിടെയെത്തി കഞ്ചാവ് വാങ്ങുന്നത്. കേരളത്തിലെത്തുമ്പോൾ ഈ വില 25,000 രൂപ വരെയാകും. വിദ്യാർത്ഥികളെ അടക്കം സമീപകാലത്ത് ഇവിടെ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. പെരിക്കല്ലൂരിൽ ഇപ്പോൾ പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതിനാൽ മരക്കടവ്, കൊളവള്ളി ഭാഗങ്ങളിലൂടെയാണ് കഞ്ചാവ് എത്തുന്നത്. ഒരുവിധ പരിശോധനകളുമില്ലാത്ത ബൈരക്കുപ്പ, ബാവലി, മച്ചൂർ വഴികളിലൂടെ നിർബാധം കഞ്ചാവ് ഒഴുകുന്നു. കർണാടകയോട് ചേർന്ന വയനാടൻ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം കഞ്ചാവ് വ്യാപാര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 12 പേരെയാണ് സമീപകാലത്ത് കഞ്ചാവ് വേട്ടയ്ക്കിടെ പോലീസ് പിടികൂടിയത്. ബത്തേരിയിൽ 10ഓളം വിദ്യാർത്ഥികളെ മാസങ്ങൾക്ക് മുൻപ് പോലീസ് പിടികൂടിയിരുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി സ്പിരിറ്റും വ്യാജമദ്യവും പാൻ മസാലകളും എത്തുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൻതോതിലാണ് വർദ്ധിച്ചത്. മുത്തങ്ങയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് കിലോ കണക്കിന് പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കബനി നദി വഴിയുള്ള സ്പിരിറ്റ് കടത്തും വ്യാപകമായതായി എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. മാസങ്ങൾക്ക് മുൻപ് 600 ലിറ്ററോളം സ്പിരിറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നുവെങ്കിലും അന്വേഷണങ്ങളൊന്നും എങ്ങും എത്തിയിട്ടില്ല. താഴെത്തട്ടിലുള്ള വിതരണക്കാരാണ് പിടിയിലാകുന്നതിൽ ഭൂരിഭാഗവും. ഇതു സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പാതി വഴിയിൽ അവസാനിക്കാറാണ് പതിവ്. ന്യൂസ് ബ്യൂറോ, വയനാട്. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് പരിശോധന കർശനമാക്കിയതോടെ തുറമുഖം വഴി സ്വർണ്ണക്കടത്ത് ഏറുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലുമായി 19 കിലോ സ്വർണ്ണമാണ് പിടികൂടിയത്. വിവിധ രൂപത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോഴും വിമാനത്താവളങ്ങളിൽ വെച്ച് സ്വർണം പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കള്ളക്കടത്ത് സംഘം പുതിയ മാർഗം കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് തുറമുഖങ്ങളെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 7 കിലോ സ്വർണം കൊച്ചി തുറമുഖത്ത് നിന്ന് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ആഡംബര കാറിന്റെ ഇന്ധന ടാങ്കിൽ ഒളിപ്പിച്ച് ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇതിനു പുറമെ തൂത്തുക്കുടിയിൽ നിന്നും 12 കിലോ സ്വർണം DRI പിടികൂടിയിരുന്നു. സോപ്പ് പൊടി ഇറക്കുമതിയുടെ മറവിലായിരുന്നു സ്വർണ്ണക്കടത്ത്. സോപ്പ് പൊടി നിറച്ച കണ്ടെയ്നറിനുള്ളിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഗൾഫിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊപ്പമാണ് സ്വർണവും കടത്തുന്നത്. ദുബായിൽ നിന്നും കപ്പൽ കൊച്ചിയിലെത്താൻ ഒരാഴ്ചയിലധികം സമയമെടുക്കും. ഇതിനിടെ പലയിടത്തും പരിശോധനകൾക്കായി കണ്ടെയ്നർ കിടക്കേണ്ടിയും വരും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണം കണ്ടെയ്നറിൽ ഒളിപ്പിക്കുന്നത് റിസ്ക് ആണെങ്കിലും പിടിക്കപ്പെട്ടില്ലെങ്കിൽ വൻ ലാഭമാണ് കള്ളക്കടത്ത് സംഘത്തിന് ലഭിക്കുന്നത്. അതിനാൽ റിസ്ക് എടുത്തും അവർ സ്വർണം കടത്തുന്നു. സാഹസികമായി ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു കസ്റ്റംസിന്റെ ധാരണയെങ്കിലും കൊച്ചിയിലും തൂത്തുക്കുടിയിലും സ്വർണം പിടിച്ചതോടെ പരിശോധന തുറമുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കസ്റ്റംസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ ശ്മശാന റോഡ് സ്വകാര്യ റിസോർട്ട് ഉടമയ്ക്ക് തുറന്നു നൽകാനുള്ള അധികൃതരുടെ നീക്കം ഗ്രാമവാസികൾ തടഞ്ഞു. റിസോർട്ട് ഉടമയുടെ പരാതി പരിഗണിച്ച് RDO ആണ് ഏകപക്ഷീയമായ റോഡ് തുറന്നു നൽകാൻ ഉത്തരവ് ഇട്ടത്. ഇടുക്കി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമല ഗ്രാമ ശ്മശാനം റോഡ് സ്വകാര്യ റിസോർട്ട് ഉടമയ്ക്ക് തുറന്നു നൽകാനുള്ള പഞ്ചായത്ത് അധികൃതരുടെ നീക്കമാണ് ഗ്രാമവാസികൾ തടഞ്ഞത്. മുൻപ് ശ്മശാനത്തിലേക്കുള്ള വഴി റിസോർട്ട് വരെ നീട്ടാൻ ശ്രമം നടന്നിരുന്നു. കോൺഗ്രസ് നേതാവ് കൂടിയായ റിസോർട്ട് ഉടമ നൽകിയ പരാതി പരിഗണിച്ച RDO റോഡ് തുറന്നു നൽകാൻ ഏകപക്ഷീയമായി ഉത്തരവിടുകയായിരുന്നു. ഇത് നടപ്പിലാക്കാനെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെയാണ് നാട്ടുകാർ തടഞ്ഞത്. ഞങ്ങളുടെ മസാണം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കൂല. പാറമുറിയായിട്ട് ഇവിടെ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ സമ്മതിക്കൂല. റോഡ് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാതെ റിസോർട്ട് ഉടമയ്ക്ക് അനുകൂല വിധി നൽകിയ RDOയുടെ നടപടിയെയാണ് നാട്ടുകാർ ചോദ്യം ചെയ്തത്. ജനപ്രതിനിധികൾ എത്തി നാട്ടുകാരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഉപരോധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് പുതുപ്പരിയാരത്ത് ഭൂരഹിത കേരള പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന 53 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിൽ. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ജലസേചന വകുപ്പിന്റെ പുറമ്പോക്കിൽ വീട് വെച്ച് താമസിക്കുന്നവർക്കാണ് നോട്ടീസ് ലഭിച്ചത്. 10 ദിവസത്തിനകം സ്ഥലം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാലക്കാട് പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 7, 8, 10 വാർഡുകളിലായി താമസിച്ചു വരുന്ന 53 കുടുംബങ്ങൾക്കാണ് ജലസേചന വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത്. മലമ്പുഴ ഡാം സെക്ഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് 10 ദിവസത്തിനകം സ്ഥലം ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ജലസേചന വകുപ്പിന്റെ പുറമ്പോക്കിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. വീട്ടു നമ്പറും റേഷൻ കാർഡും വൈദ്യുതി കണക്ഷനും ഇതിനിടയിൽ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചു. മറ്റൊരിടത്ത് വീട് വെക്കാനായി ഭൂമി ലഭിച്ചാൽ ആ നിമിഷം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന നിലപാടിലാണിവർ. ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് ഒഴിയാൻ പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് പോകും പറഞ്ഞു. ഗവൺമെൻറ് സ്ഥലം ഞങ്ങൾക്ക് വേണ്ടെന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് കുട്ടിമക്കളായിട്ട് പോകാൻ പറഞ്ഞു. ഇത് പെട്ടെന്ന് വന്ന് ഒഴിയാൻ പറഞ്ഞു. നമ്മൾ എവിടെ പോവുക? എല്ലാവരും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിയിൽ അപേക്ഷ നൽകിയവരാണ്. സർക്കാർ പ്രസിദ്ധീകരിച്ച ഭൂരഹിതരുടെ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ പൊളിച്ചിട്ട് പോകാൻ റെഡിയാണ്. പോകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ഇവരുടെ അടക്കം കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയും കുടിയിറക്ക് ഭീഷണിയിലാണ്. ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരപരിപാടികൾ കുരുങ്ങുകയാണിവർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 50-ലധികം പൗരന്മാർ കൊല്ലപ്പെട്ടു. 5 ആശുപത്രികളും 2 സ്കൂളുകളും റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. തുർക്കി അതിർത്തിയോട് ചേർന്ന അസാസ് നഗരത്തിന്റെ തെക്കൻ മേഖലയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഒരു വാഹന വ്യൂഹത്തിനു നേരെയും ആക്രമണമുണ്ടായി. നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സിറിയയിൽ IS വിമതരുടെ നിയന്ത്രണത്തിലുള്ള നഗരങ്ങളിൽ റഷ്യൻ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് 50 സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. ഇവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 5 ആശുപത്രികളും രാജ്യം വിട്ടുപോകുന്നവരുടെ സങ്കേതമായിരുന്ന 2 സ്കൂളുകളും മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. തുർക്കി അതിർത്തിയോട് ചേർന്ന അസാസിൽ മാത്രം 14 പേർ കൊല്ലപ്പെട്ടു. വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികളാണ് മരിച്ചത്. ഭയന്നു വിറച്ച് അലമുറയിടുന്ന കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന വാഹന വ്യൂഹമാണ് ആക്രമണത്തിൽപ്പെട്ടത്. ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട്. തുർക്കി അതിർത്തിയോട് ചേർന്ന പ്രദേശം പിടിച്ചെടുക്കാൻ ഗവൺമെന്റ് സേനയും കുർദുകളും ശ്രമിക്കുമ്പോൾ അവരുടെ തുണയ്ക്കായാണ് റഷ്യൻ ബോംബിംഗ്. അതേസമയം സിറിയയിൽ വെടിനിർത്തലുണ്ടായാലും അലപ്പോയ്ക്ക് ചുറ്റും വ്യോമാക്രമണം തുടരുമെന്ന് റഷ്യ വ്യക്തമാക്കി. UN-ഉം US-ഉം ആക്രമണത്തെ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനിരയായ SNDP പ്രവർത്തകർ കായംകുളം യൂണിയൻ ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. തട്ടിപ്പിനിരയായവരാണ്, ജപ്തി ഭീഷണി നേരിടുന്നവരാണ് പ്രതിഷേധം നടത്തിയത്. കായംകുളം യൂണിയന്റെ കീഴിൽ മാത്രം കോടികളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. നേരത്തെ നിരവധി പരാതികൾ നൽകിയിട്ടും യൂണിയൻ ഭാരവാഹികൾ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ച് റോഡിലിറങ്ങിയത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഭാരവാഹികൾക്കെതിരെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തകരുടെ ഉപരോധ സമരം.